അമ്മൂമ്മയുടെ വാവകളെല്ലാം കഥ കേൾക്കാൻ റെഡി ആയിരിക്കുകയാണല്ലോ. അമ്മൂമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ? അമ്മൂമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങണ്ടേ? ശരി, കേട്ടോളൂ. കിങ്ങിണിക്കാടെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു കടുവ താമസിച്ചിരുന്നു. അതിന് നല്ല വയസ്സായി. എനിക്കിപ്പോൾ ഇരപിടിക്കാനേ കഴിയുന്നില്ല. മുയലിന് പോയിട്ട് ഒരു എലിയെ പോലും എനിക്ക് കിട്ടുന്നില്ല. ജീവന് നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കണം. അപ്പോൾ മുൻപ് പിടിച്ച ഒരാളുടെ കയ്യിൽ കിടന്ന സ്വർണ്ണ വളയെക്കുറിച്ച് നമ്മുടെ കടുവാക്കുട്ടന് ഓർമ്മ വന്നു. ഇത് വെച്ച് മാനിനെയും മുയലിനെയും പറ്റിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഏതെങ്കിലും മനുഷ്യനെ പറ്റിക്കാം. അവർ സ്വർണം, പണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ ചാടി വീഴും. ഏത് അപായമൊന്നും അവർ നോക്കാറില്ല. ആപത്ത് വരുമെന്നോ ഒന്നും നോക്കാറില്ല. സ്വർണം, പണമെന്നൊക്കെ കേട്ടാൽ മതി, ഹേയ് അവരങ്ങ് ചാടി വീഴും. ഹായ് വിചാരിച്ചപ്പോൾ തന്നെ നമ്മുടെ കടുവയ്ക്ക് സന്തോഷമായി. ഒരു മൂളിപ്പാട്ടും പാടി സ്വർണ്ണവളയുമായി നേരെ മനുഷ്യരാരെങ്കിലും വരുന്നതും കാത്തിരുന്നു. അയ്യോ, വിശന്നിട്ട് വയ്യ, ആരെയും കാണുന്നില്ലല്ലോ, ഇന്നും പട്ടിണി തന്നെയോ? അങ്ങനെ വിചാരിച്ച് കിടന്നപ്പോൾ അതാ വരുന്നു ഒരാൾ. ഹായ്, വരുന്നുണ്ട്. എൻ്റെ സൂത്രം ഫലിക്കണേ ദൈവമേ. വളരെ സന്തോഷത്തോടെ കടുവ അയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കൂ. വഴിയാത്രക്കാരൻ പെട്ടെന്ന് കടുവയെ കണ്ട് പേടിച്ചു. എന്നിട്ട് ഓടാനായി ഭാവിച്ചു. ഏയ് പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. ദാ ഈ സ്വർണ്ണവള എടുത്തോളൂ. വിരലുകൊണ്ട് വള തട്ടി നീക്കി ഇട്ടു കൊടുത്തു. ആഹാ, നീ എന്നെ കളിയാക്കുകയാണോ? മനുഷ്യനെ തിന്നുന്ന ക്രൂര മൃഗമാണ് നീ എന്ന് എല്ലാവർക്കും അറിയാം. ഓ, നിൻ്റെ അടുത്ത് ഞാൻ വരുന്നില്ല. എന്നാൽ കടുവ വിടുമോ? കടുവ ശാന്തനായി പറഞ്ഞു, ഏയ് നീ ചിന്തിക്കുന്നത് ശരി തന്നെ. എന്നെ നോക്കൂ, എൻ്റെ കൈകാലുകൾക്ക് ബലമില്ലാതെ നഖങ്ങളുടെ മൂർച്ചയൊക്കെ പോയി. ഞാൻ ഭക്ഷണത്തിനായി ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. ഇനി ഞാൻ മരിക്കാറായി. എല്ലാ പാപവും എനിക്ക് കഴുകിക്കളയണം. പ്രായച്ചിത്തമായി ഈ സ്വർണ്ണവള ഏതെങ്കിലും മനുഷ്യന് കൊടുക്കണം. കാരണം ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തണ്ടേ? അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വഴി വന്നത്. ഇത് സ്വീകരിച്ചാലും. കടുവയുടെ തേൻ പോലുള്ള ചക്കരവാക്ക് കേട്ടപ്പോൾ വഴിയാത്രക്കാരൻ്റെ പേടിയൊക്കെ മാറി. ആ സ്വർണ്ണവള സ്വന്തമാക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. ഈ കടുവ നല്ലവനായി കാണും, ഇല്ലെങ്കിൽ ഇത്ര ശാന്തതയോടെ സംസാരിക്കുകയില്ല. വള തരാമെന്ന് തന്നെ അതിനെന്നെ പിടിക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് സ്വർണ്ണവള എടുക്കാനായി കടുവയുടെ അടുത്തേക്ക് ചെന്ന് പയ്യെ കുനിഞ്ഞു. കടുവ അയാളുടെ മേലൊറ്റ ചാട്ടം. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ശത്രുക്കൾ സ്നേഹഭാവം കാണിച്ച് വന്ന് ശാന്തതയോടെ ഒന്ന് സംസാരിച്ച് വിലപിടിച്ച സ്വർണമോ പണമോ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതിൽ ചതിയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കില്ലാതെ പോയി. ഇതുപോലുള്ള കുറേ വഴിയാത്രക്കാരെ വീണ്ടും അയാൾ പറ്റിച്ചു. ബുദ്ധിയില്ലാത്തവരെല്ലാം ആ കടുവയുടെ വലയിൽ വീണു. കുറേ കാലം അങ്ങനെ കടുവ സുഭിക്ഷമായി തന്നെ ജീവിച്ചു. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ശരി, എൻ്റെ വാവുകളെല്ലാം കണ്ണടച്ചുറങ്ങിക്കൊള്ളൂ. ഗുഡ് നൈറ്റ്.